രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ആകാശത്ത് ഒരു ഇന്ത്യൻ യുദ്ധവിമാനം പറക്കുകയാണ്. പക്ഷേ അത് വെറും 57 മിനിറ്റ് മാത്രം അവിടെ തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം എന്തു ചെയ്യും? തിരികെ വരണം, മറ്റൊരു യുദ്ധവിമാനം അയക്കണം, വീണ്ടും അത് മാറ്റണം. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിലെ നിയന്ത്രണം നിലനിർത്തുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഒരു പുതിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരേ സമയം ഒരു യുദ്ധവിമാനം 2 മണിക്കൂർ വരെ ആകാശത്ത് തുടരാൻ കഴിയുന്ന, അതും പരിപൂർണമായ ആയുധങ്ങൾ നിറച്ച നിലയിൽ തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. ആ യുദ്ധവിമാനത്തിന്റെ പേരാണ് തേജസ് MK2. ഇന്ത്യയിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന ചെയ്യുന്ന ഈ യുദ്ധവിമാനം വ്യോമസേനയുടെ കഴിവ് ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഒരുങ്ങുന്നത്. ഇത് ഏകദേശം 2 മണിക്കൂർ വരെ തുടർച്ചയായി ഉപയോഗിക്കാൻ കഴിയും. അതും ഒരേ സമയം 8 ദൂരപ്രഹര മിസൈലുകൾ എടുത്തു വഹിച്ചുകൊണ്ട്. ഇത് പഴയ തേജസ് MK1, മറ്റു തേജസ് MK1A എന്നിവയുമായി താരതമ്യം ചെയ്താൽ വലിയൊരു മുന്നേറ്റമായാണ് കണക്കാക്കേണ്ടത്. കാരണം അവയ്ക്ക് സാധാരണയായി 1 മണിക്കൂറിൽ താഴെ മാത്രമേ ആകാശത്ത് തുടരാൻ കഴിയൂ എന്നതും നാം മനസ്സിലാക്കണം. മിസൈലുകളുടെ എണ്ണവും അതിന്റെ പകുതിയോളം മാത്രമാണ് അവയ്ക്ക് വഹിക്കാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തേജസ് MK2 ഒരു മാസ് എൻട്രിക്കാണ് ഒരുങ്ങുന്നത്. ഇതൊരു ചെറിയ മാറ്റമല്ല, പൂർണ്ണമായും പുതിയതായി രൂപകൽപ്പന ചെയ്ത വിമാനം തന്നെയാണ്. ഇത് പഴയ മോഡലുകളെക്കാൾ നീളം കൂടിയവയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരതയും നിയന്ത്രണവും വലിയ രീതിയിൽ മെച്ചപ്പെടുമെന്നത് എടുത്തു തന്നെ പറയണം. കൂടാതെ മുന്നിലേക്ക് ചെറിയ ചിറകുകൾ പോലെയുള്ള സംവിധാനം ചേർത്തിട്ടുണ്ട്. ഇത് വിമാനം കൂടുതൽ എളുപ്പത്തിൽ തിരിയാനും നിയന്ത്രിക്കാനും സഹായകമാകും. ഒരു യുദ്ധവിമാനം എത്ര നേരം പറക്കുമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഇന്ധനവും എഞ്ചിനുമാണ്. തേജസ് MK2-ൽ കൂടുതൽ ഇന്ധനം സംഭരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ആകാശത്ത് തുടരാനും സാധിക്കും എന്നത് എടുത്തു തന്നെ പറയണം. ഇത് പ്രവർത്തിപ്പിക്കുന്നത് GEF 414 INS-6 എന്ന ശക്തമായ എഞ്ചിനാണ്. ഇത് പഴയ GEF 404 എഞ്ചിനുകളെക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വേഗവും കൂടുതൽ കാര്യക്ഷമതയും ഇവയ്ക്ക് ഉറപ്പാക്കാൻ കഴിയും. തേജസ് MK2 റഡാറിൽ കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വിമാനമാണ്. അതായത് ശത്രുവിന് അത് കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കുമെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ തേജസ് MK2-ന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് അതിന്റെ ആയുധ ശേഷി തന്നെയാണ് കേട്ടോ. ഇത് ഒരേ സമയം വലിയ അളവിൽ ആയുധങ്ങൾ വഹിച്ച് പറക്കാൻ കഴിയുന്ന ഒരു യുദ്ധവിമാനമാണ്. പഴയ മോഡലുകളെക്കാൾ ഏകദേശം ഇരട്ടിയോളം ഭാരം വഹിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതും എടുത്തു തന്നെ പറയണം. ആകാശ യുദ്ധത്തിനായി 8 വരെ ദൂരപ്രഹര മിസൈലുകൾ സാധാരണയായി എടുത്തുകൊണ്ട് പറക്കാനാവും. ആവശ്യമായാൽ അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് കഴിയും. ഇതിൽ ഇന്ത്യയുടെ സ്വന്തം അസ്ത്ര മിസൈൽ ഉപയോഗിക്കാനും തേജസ് MK2 റെഡിയാണെന്നത് വേണം മനസ്സിലാക്കാൻ. ഈ മുഴുവൻ സംവിധാനങ്ങളും നിയന്ത്രിക്കുന്നത് ആധുനിക റഡാറും കമ്പ്യൂട്ടർ സംവിധാനങ്ങളുമാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് ഉത്തം AESA റഡാറാണ്. കൂടാതെ ബാക്കപ്പ് സംവിധാനങ്ങളും ഉള്ളതിനാൽ യുദ്ധസമയത്ത് തടസ്സങ്ങൾ വന്നാലും പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ തേജസ് MK2. ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 2 മണിക്കൂർ വരെ ആകാശത്ത് തുടരാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഒരു പ്രദേശം മുഴുവൻ നിരീക്ഷിച്ച് കൺട്രോൾ റൂമിലേക്ക് വിവരങ്ങൾ കൈമാറാൻ വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രം മതിയാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പോലെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വിമാനങ്ങൾ മാറി മാറി അയക്കേണ്ട അവസ്ഥയും വലിയ രീതിയിൽ തന്നെ കുറയും. അതുപോലെ തന്നെ Su-30 MKI പോലെയുള്ള വലിയ വിമാനങ്ങളെ കൂടുതൽ പ്രധാനപ്പെട്ട മിഷനുകൾക്കായി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുമെന്നതും എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്.